ഹൃദയത്തിന്റെ ഫൈനൽ മത്സരം ആരംഭിച്ചു. ഓക്സിജനുമായി റെഡ് സെൽസ് മുന്നേറുന്നു. ടീം ഒരുമിച്ച് മുന്നേറുകയാണ്. ഓ, അപ്രതീക്ഷിത തടസ്സം. കൊളസ്ട്രോൾ ആക്രമണം. ഐവസിന്റെ സഹായത്തോടെ കൃത്യമായ ആൻജിയോപ്ലാസ്റ്റി. തടസ്സം നീങ്ങുന്നു. ഗോൾ. രക്തയോട്ടം വീണ്ടും സാധാരണയായി. ഹൃദയം വീണ്ടും വിജയത്തിലേക്ക്. BKCC Health Hospital, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ. ഫോൺ 9746 722 922 9746 622 922. ഈ ക്ലബ് ട്രാൻസ്ഫർ വലിയൊരു പ്രശ്നമാണ്. ഈ ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഐവറി കോസ്റ്റിൻ്റെ യാൻഡിയമാൻഡിയുടെ കാര്യത്തിൽ ഇത് കണ്ടു. ഈ കളികൾ നടക്കുന്ന സമയത്താണ് ഈ കളിക്കാരുടെ ഏജൻസ് പലപ്പോഴും ക്ലബ്ബുകളായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇവർക്ക് ഈ 15% കിട്ടുന്ന പ്രശ്നമാണ് ഏജൻസിന്. അപ്പം അവർക്ക് ഈ കളിക്കാരൻ്റെ കളി എങ്ങനെ പോകുന്നുള്ളതിലൊന്നും ശ്രദ്ധയില്ല. അപ്പം ഇപ്പം ആൽവറസിൻ്റെ കാര്യത്തിൽ ഇപ്പം ആർസണലിന് താല്പര്യമുണ്ട്, ബാഴ്സലോണയ്ക്ക് താല്പര്യമുണ്ട്, റയൽ മാഡ്രിഡിന് താല്പര്യം ഇല്ല എന്നാണ് പറയേണ്ടത്. അങ്ങനെ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുക. അപ്പം എങ്ങനെയായാലും അതൊരു കളിക്കാരനെ ബാധിക്കാതിരിക്കില്ല. പിന്നെ ഫോമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ കഴിഞ്ഞ സീസണിൽ ഇപ്പം എനിക്കറിയണ കുറച്ച് പേര് അത്ലറ്റിക്കോ ഫാൻസാണ്. അവരുടെ ഒരു ചോദ്യം, ആരാണ് ഹൂലിയൻ ആൽവറസ്? ലീഗിൽ വെറും 8 ഗോൾ മാത്രം അടിച്ച കളിക്കാരനാണോ, അതോ ചാമ്പ്യൻസ് ലീഗിൽ വളരെ മികച്ച പ്രകടനം 10 ഗോൾ അടിച്ചു? അപ്പം ഇതിൽ ആരാണ് ഈ കളിക്കാരൻ? അവർക്കൊരു കൺഫ്യൂഷനായിരുന്നു. വളരെ ഒരു ഇൻകൺസിസ്റ്റന്റ് സീസൺ ആയിരുന്നു. ഈ സ്കൗട്ടിങ്ങിന്റെ ഒരു ലോക പ്രിൻസിപ്പൾ എന്താണെന്നുള്ള കൂടി ഒന്ന് ദിലീപ് വിശദീകരിക്കുന്നതായിരിക്കും. കാരണം എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇപ്പം പറയാം, ചില ഗോൾ കീപ്പേഴ്സ് ഇപ്പം കോപ്പെ വെർദയുടെ ആയാലും അങ്ങനെയുള്ള ചെറിയ ടീമുകളുടെ പോലും ഗോൾ കീപ്പേഴ്സൊക്കെ വലിയ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇവരെ സ്കൗട്ട് ചെയ്യുന്നതിനകത്തേക്ക് എന്നുള്ളത്? സ്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ യൂറോപ്യൻ ക്ലബ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുവിധം എല്ലാ രാജ്യത്തും സ്കൗട്ട്സ് ഉണ്ടാകും. അവരിങ്ങനെ ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ റിപ്പോർട്ട്സ് അയച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ യൂറോപ്യൻ സ്കൗട്ടൊക്കെ അവിടുത്തെ ആ നാട്ടിൽ നടക്കുന്ന ഒരുവിധം എല്ലാ കളികളും കാണും. ഇപ്പോൾ ജർമ്മനിയിലത്തെ ഒരു കളിക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വന്നതായിരിക്കും, സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതായിരിക്കും. അവരുടെയൊക്കെ കളി കണ്ടിട്ട് ഇങ്ങനെ ഓരോ ആഴ്ചയും ഇങ്ങനെ റിപ്പോർട്ട്സ് അയച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം എല്ലാം ഈ ഡേറ്റ അനാലിസിസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ നമ്പേഴ്സ്, ആരാണ് നമ്മുടെ ശൈലിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കളിക്കാരെന്ന്, അതെ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ ഉണ്ട്. ഇപ്പൊ പല ആഫ്രിക്കയിലത്തെ കളിക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കോ ബാഴ്സലോണയിലേക്കോ അല്ല വരുന്നത്. ആദ്യം ഒരു ചെറിയൊരു ക്ലബിലേക്ക് പോകും.